ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറഞ്ഞിട്ട് സുണ്ടി സുണ്ട് നോക്കണേ ഇതാരും വീഡിയോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ ഗൈസ്, ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ആദ്യത്തെ വിളവെടുപ്പിനാണ് കേട്ടോ പോകുന്നത്. അപ്പം വിളവെടുപ്പുകാരനും കൃഷിക്കാരനുമായി എൻ്റെ കെട്ടിയവനും പണിയായുധങ്ങളും എല്ലാം റെഡിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ മൂത്തവനായി ആദ്യത്തെ പാവയ്ക്ക് തന്നെ കഴുത്തറുത്തേക്കല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാവയ്ക്ക് എടുത്തു കേട്ടോ. അവനെ നമ്മളൊരു കൊട്ടയിലോട്ടാക്കി അതിന് ശേഷം നമ്മൾ പോവുകയാണ് കേട്ടോ അടുത്ത് പറിക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിനുള്ളിലോട്ടാണ് ഇറങ്ങണത്. പിന്നെ ചിലവർക്ക് കാണുമ്പോൾ ഇത് വലിയ കൃഷിത്തോട്ടമായിട്ടൊന്നും തോന്നണമെന്നില്ല, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു കൃഷിത്തോട്ടമാണ് കേട്ടോ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, നമ്മളിപ്പോൾ മറ്റൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കൃഷിയായിട്ടോ ഒക്കെ ചെയ്ത് അതിൻ്റെ അകത്തു നിന്നൊരു ഫലങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് ഞങ്ങളുടെ സ്വന്തം ഒരു കൃഷിത്തോട്ടമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അപ്പം അത്രത്തോളം കരുതലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം പാവയ്ക്കയും പറിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഭയങ്കര ചൂടാണ്. എന്നു പറഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ കുടയൊക്കെ ചൂടി പോവുകയാണെങ്കിലും നമ്മുടെ മുഖത്തോട്ട് തീക്കനൽ കോരിയിടുന്നൊരവസ്ഥയാണ് ഇവിടുത്തെ ചൂട്. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ പാവയ്ക്കും എടുക്കുകയാണ്. കാര്യം അതിന് കുറച്ചൊക്കെ ഡാമേജ് വന്നതുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ വാടി പഴുത്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം ഇങ്ങ് എടുത്തു. അപ്പോൾ ഒരു 3-4 പാവയ്ക്ക നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ നിങ്ങൾക്ക് ഡാമേജ് വന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ എന്താ പറയുന്നത്, അപ്പോൾ ഞാൻ സുണ്ടിന് വെച്ചതിൻ്റെ കയ്യിലോട്ട് കൊടുത്തു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് പാവയ്ക്കൻ്റെ മുള്ളുകളുണ്ടല്ലോ, അതിനെന്തോ എന്താ പറയുക, ഇപ്പോൾ കരിഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ടോ അത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു കണ്ടീഷനാണിപ്പം കിട്ടിയിരിക്കുന്നത്. എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞിതൊന്നും ശരിക്കും മൂത്തതല്ല, പക്ഷേ അതൊക്കെ വാടി പഴുത്തു തുടങ്ങി. അതുകൊണ്ടാണ് കേട്ടോ നമ്മളതൊക്കെ പറിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടും ഒക്കെ ചെറുതായിട്ട് വാടിപ്പോയതുണ്ട്, ചില ഇലകളൊക്കെ കരിഞ്ഞു പോയതുണ്ട്. അപ്പം ഏകദേശം ഇത്രയൊക്കെ നമുക്ക് കിട്ടി. എന്നിരുന്നാലും 3-4 പാവയ്ക്കയുണ്ട്, 2-3 ദിവസത്തേക്കുള്ള കറിയായി. അപ്പം ഞങ്ങൾ ഹാപ്പിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹാപ്പിയെന്ന് കരുതുന്നു. സുണ്ട് ഇതുവരെ ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ ഇത് മാറിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.